ഇപ്പോൾ ശശി തരൂരിന് BJP-യിലോട്ടുള്ള വാതിൽ എന്നേ തുറന്നു കിടക്കുകയാണ്. പക്ഷെ അദ്ദേഹം അതിലോട്ട് നടന്ന് അടുക്കേണ്ട ഒരു താമസം മാത്രമേ ഉള്ളൂ. ഇപ്പം മനസ്സിലാകുന്നത് ആ നടപ്പിൻ്റെ വേഗത കൂടിയിട്ടുണ്ട് എന്നാണ് അല്ലേ? ശരിക്കും പറഞ്ഞാൽ ശശി തരൂരിൻ്റെ നടപ്പിൻ്റെ വേഗത കൂടണമെങ്കിൽ അത് കോൺഗ്രസ് നേതൃത്വം ആരെങ്കിലും ബാക്കിൽ നിന്ന് ശശി തരൂരിനെ പ്രകോപിപ്പിക്കണം എന്നതാണ് സത്യം. ഇപ്പോൾ ശശി തരൂർ വീണ്ടും ചർച്ചയിലേക്ക് വരാനുള്ള പ്രധാനപ്പെട്ട ഒരു കാരണം നിലമ്പൂർ ബൈ ഇലക്ഷനാണ്. നിലമ്പൂർ ബൈ ഇലക്ഷനിൽ കോൺഗ്രസിനെ സംബന്ധിച്ചിടത്തോളം കോൺഗ്രസ് പരമാവധി സ്റ്റാർ പ്രചാരകരെയൊക്കെ കൊണ്ടുവന്നിട്ട് അവിടെ ഒന്ന് ഇളക്കി മറിക്കാനുള്ള ശ്രമം നടത്തിയിരുന്നു. അത് എത്രത്തോളം ഫലം കാണുമെന്ന് ഇനിയിപ്പോൾ 2 ദിവസം കൊണ്ട് നമുക്കറിയാം. പക്ഷേ പ്രചാരണ രംഗത്ത് നമ്മൾ ഇത്രയും കാലം ബൈ ഇലക്ഷനുകളിൽ കോൺഗ്രസ് വളരെ മികച്ച പ്രചാരണം നടത്തുന്നതാണ് കണ്ടിട്ടുള്ളത്. പക്ഷേ നിലമ്പൂരിനെ സംബന്ധിച്ചിടത്തോളം കോൺഗ്രസിൻ്റെ ഭാഗത്തു നിന്ന് അത്ര മികച്ച പ്രകടനമൊന്നും ഉണ്ടായില്ല. കാരണം എന്ന് വെച്ച് കഴിഞ്ഞാൽ അവിടെ ഗ്രൗണ്ട് ലെവലിൽ തന്നെ 2 ചേരിയാണ് അവർ. അതായത് ഈ ഷൗക്കത്തിനെ മത്സരിപ്പിക്കണം എന്ന ഒരു ചേരിയും ഷൗക്കത്ത് വേണ്ട ജോയ് മതി എന്ന ഒരു ചേരി ഉണ്ടായിരുന്നു. ജോയ്ക്ക് സീറ്റ് കിട്ടും എന്നാണ് പ്രതീക്ഷിച്ചിരുന്നത്. കാരണം 8 മാസ കാലാവധിയേ ഉള്ളൂ. ജോയ് മത്സരിക്കും, ജോയ് തോക്കും, അപ്പോൾ വീണ്ടും ഷൗക്കത്തിന് ആ അവകാശവാദം ഉന്നയിച്ച് വരാം എന്നുള്ള ധാരണയൊക്കെ ഉണ്ടായിരുന്നു. പക്ഷേ ഷൗക്കത്ത് ചവിട്ടി പിടിച്ച് ആ സീറ്റ് മേടിച്ചു. ഞാൻ ആർക്കും കൊടുക്കൂല, ഇതെൻ്റെ അച്ഛൻ്റെ സ്വത്താണെന്നുള്ള ലെവലിൽ ഷൗക്കത്ത് ആ സീറ്റ് മേടിച്ചു. പക്ഷേ നമ്മൾ മനസ്സിലാക്കേണ്ട ഒരു കാര്യം, കോൺഗ്രസിനെ സംബന്ധിച്ചിടത്തോളം ബൈ ഇലക്ഷനുകളിൽ ഞാൻ നേരത്തെ പറഞ്ഞതുപോലെ വലിയ പ്രചാരകരെയൊക്കെ കൊണ്ടുവന്നിട്ട് ഇളക്കി മറിക്കുന്ന കോൺഗ്രസിന് പക്ഷേ എം സ്വരാജ് കാല് കുത്തിയപ്പോൾ തൊട്ട് അവരുടെ ഫ്യൂസ് പോയി. എം സ്വരാജ് വളരെ വ്യാപകമായിട്ടുള്ള പ്രചാരണം നടത്തി, മുഖ്യമന്ത്രിയോട് തമ്പടിച്ച് നേതൃത്വം കൊടുത്തു. CPM-ൻ്റെയും മറ്റുള്ള LDF-ലെ മറ്റ് പോഷക സംഘടനകളുടെയും ഒക്കെ അവരുടെയൊക്കെ ഒരു ഇമേജ് ബ്രേക്ക് ചെയ്യുന്ന രീതിയിലുള്ള ഒരു ഇലക്ഷനായിട്ട് ഇത് കണ്ടു. ഇത് കാരണം ഈ സീറ്റ് ഒരു കാരണവശാലും നഷ്ടപ്പെടരുത്. നഷ്ടപ്പെട്ട് കഴിഞ്ഞാൽ കോൺഗ്രസിനോട് തോറ്റു എന്നത് മാത്രമല്ല അൻവറോട് ജയിച്ചു എന്നുള്ള കാര്യം വരുന്നുണ്ട്. അപ്പോൾ സ്വാഭാവികമായിട്ടും ഈ ഒരു ഇലക്ഷൻ പ്രചരണ ഘട്ടം വരുമ്പോൾ ഏത് രാഷ്ട്രീയ പാർട്ടിയാണെങ്കിലും മണ്ഡലത്തിന് പുറത്തു നിന്ന് ആരൊക്കെ അവിടെ പ്രചാരണത്തിന് വരും എന്ന നേതാക്കളുടെ ഒരു ലിസ്റ്റ് ഈ പറഞ്ഞ തെരഞ്ഞെടുപ്പ് കമ്മീഷന് നൽകണം. അത് ഇലക്ഷൻ പ്രചരണം തുടങ്ങുന്നതിന് മുമ്പേ, അതായത് ഇലക്ഷൻ പ്രഖ്യാപിച്ചു കഴിഞ്ഞാൽ വളരെ വേഗത്തിൽ തന്നെ ആ ലിസ്റ്റ് കൊടുക്കണം. അങ്ങനെ കോൺഗ്രസ് സബ്മിറ്റ് ചെയ്ത ഒരു താരപ്രചാരകരുടെ ഒരു ലിസ്റ്റ് ഇന്നലെ പുറത്തു വന്നിട്ടുണ്ട്. ആ ലിസ്റ്റിൽ 8ാമത്തെ പേര് ശശി തരൂരിൻ്റെയാണ്. അപ്പോൾ സ്വാഭാവികമായിട്ടും കോൺഗ്രസ് ശശി തരൂരുമായിട്ട് സംസാരിച്ചിട്ട് അവിടെ പ്രചാരണത്തിന് വരണം എന്ന് തീരുമാനിച്ചിട്ടായിരിക്കും അങ്ങനെ കൊടുത്തത് എന്നാണ് എല്ലാവരും മനസ്സിലാക്കുന്നത്. നമ്മളും അങ്ങനെയാണ് മനസ്സിലാക്കുക. കാരണം ഇപ്പോൾ പ്രേമനെ ഞാനിപ്പോൾ ഒരു സ്ഥലത്തേക്ക് ക്ഷണിക്കുന്നു, ഒരു പരിപാടിക്ക് ക്ഷണിക്കുന്നു. സ്വാഭാവികമായിട്ടും കേരളത്തിലില്ലാത്ത പ്രേമൻ ഒരു മണ്ഡലത്തിൻ്റെ പ്രതിനിധിയായിട്ട് ഡൽഹി ബേസ് ചെയ്തിട്ട് വർക്ക് ചെയ്യുന്നു എന്ന് വിചാരിക്കുക. അവിടെയാണ് പ്രേമൻ്റെ കാര്യങ്ങളൊക്കെ നടക്കുന്നത് വെച്ചാൽ, അപ്പം ഞാൻ പ്രേമനെ വിളിച്ച് ചോദിക്കുന്നു, പ്രേമ ഇത്രാം തീയതി ഇന്ന സ്ഥലങ്ങളിൽ പ്രസംഗിക്കാൻ സമയം ഉണ്ടാവുമോ എന്ന് ചോദിക്കുമ്പോൾ പ്രേമം പറയും, അല്ല അന്ന് എനിക്ക് പറ്റില്ല, ഇന്ന ഡേറ്റിൽ വെച്ചോ, ചിലപ്പോൾ അങ്ങനെ പറഞ്ഞേക്കാം. അപ്പോൾ അങ്ങനെ ഒരു ഡിസ്കഷൻ നടന്നിട്ടായിരിക്കും ഇങ്ങനെ ഒരു ഡേറ്റും കാര്യങ്ങളും ഒക്കെ തീരുമാനിച്ചിട്ടുണ്ടാകും. പക്ഷേ ഈ ശശി തരൂരിനെ സംബന്ധിച്ചിടത്തോളം ശശി തരൂർ പറയുന്നത് ഞാനുമായിട്ട് അങ്ങനെ ഒരു കോൺവെർസേഷൻ നടന്നിട്ടില്ല എന്നുള്ളതാണ്. അതായത് കേരളത്തിൽ നിന്ന് നിലമ്പൂരിൻ്റെ ചുമതലയുള്ള രാഷ്ട്രീയ നേതാവ്, അതായത് കോൺഗ്രസിൻ്റെ രാഷ്ട്രീയ നേതാവോ അല്ലെങ്കിൽ UDF-ൻ്റെ നേതാവോ KPCC-യുടെ ഭാഗത്ത് നിന്നോ ഞാനുമായിട്ട് അങ്ങനെ ഒരു ചർച്ച നടന്നിട്ടില്ല. അതുകൊണ്ട് തന്നെ എന്നെ അവിടത്തേക്ക് ക്ഷണിച്ചിട്ടില്ല, അതുകൊണ്ട് ഞാൻ പോയിട്ടില്ല എന്നാണ് പറഞ്ഞിരുന്നത്. അപ്പോൾ ശശി തരൂരിൻ്റെ ഈ വാദം വന്നതിന് തൊട്ട് പുറകെയാണ് ഇവർ ലിസ്റ്റ് പുറത്തു വിട്ടിട്ട് 8ാമത്തെ പേര് ശശി തരൂരിൻ്റെ ആണെന്നൊക്കെ പറഞ്ഞു. അപ്പോൾ ശശി തരൂർ ഇപ്പോൾ ഒരു സംശയം, അതായത് ഇപ്പോൾ ഒരു തെരഞ്ഞെടുപ്പ്, അവരുടെ മുന്നണി ഒരു തെരഞ്ഞെടുപ്പിനെ നേരിടുമ്പോൾ അതിൻ്റെ പ്രചാരണത്തിന് എത്തുക എന്നുള്ള ഉത്തരവാദിത്വം അദ്ദേഹത്തിനുള്ളതല്ലേ, ഒരു ബാധ്യതയല്ലേ ഇത്? ബാധ്യത എന്ന് പറയുമ്പോൾ അതിനകത്ത് 1-2 കാര്യങ്ങളുണ്ട്. ശശി തരൂരിന് കൃത്യമായിട്ടൊരു നിലപാടുണ്ട്. അത് രാഷ്ട്രീയ നിലപാട് എന്നതിനപ്പുറത്തേക്ക് വ്യക്തിപരമായിട്ടൊരു നിലപാടുള്ള ഒരു കക്ഷിയാണ് ശശി തരൂർ. അപ്പോൾ എന്തുകൊണ്ട് ശശി തരൂർ വന്നില്ല, അത് അയാളുടെ ഒരു ഉത്തരവാദിത്തം എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ, സ്വാഭാവികമായിട്ടും ഇപ്പോൾ കോൺഗ്രസിനകത്താണെങ്കിലും ഏത് രാഷ്ട്രീയ പാർട്ടിക്കകത്താണെങ്കിലും ഒരു തിരഞ്ഞെടുക്കപ്പെട്ട സ്ഥാനത്തിരിക്കുന്ന ഉത്തരവാദിത്തപ്പെട്ട നേതാവ് എന്ന നിലയിൽ ഇത്രയും ഒരു ഇതായിട്ടുള്ള ഒരു ബൈ ഇലക്ഷൻ നടക്കുമ്പോൾ സ്വാഭാവികമായിട്ട് അയാൾ വരണം. അതാണ് അതിൻ്റെ. പക്ഷേ ഇവിടെ എന്താ പ്രശ്നം എന്ന് വെച്ച് കഴിഞ്ഞാൽ, ശശി തരൂർ ഈ പഹൽഗാം ഭീകരാക്രമണത്തെ തുടർന്നുണ്ടായ സിന്ദൂർ ഓപ്പറേഷൻ കഴിഞ്ഞതിന് ശേഷം കേന്ദ്ര സർക്കാർ ഒരു സംഘത്തെ വിദേശ രാജ്യങ്ങളിലേക്ക് അയച്ചിരുന്നു. എന്താണ് യഥാർത്ഥത്തിൽ സംഭവിച്ചത് എന്ന് അവരോട് പറയാൻ വേണ്ടിയിട്ട്, ഞങ്ങൾ ഏത് രീതിയിൽ ചെയ്തു, ഞങ്ങൾ ഏത് രീതിയിൽ അത് ചെയ്യാൻ നിർബന്ധിതരായി എന്നൊക്കെ പറഞ്ഞ് മനസ്സിലാക്കാനും, ആ യുദ്ധം ഞങ്ങൾ ജയിച്ചു എന്ന് മനസ്സിലാക്കാനും പറഞ്ഞു കൊടുക്കാനും വേണ്ടിയിട്ട് 1-2 രാഷ്ട്രങ്ങളിലേക്ക് ഇവിടുന്ന് ഒരു പ്രതിനിധി സംഘത്തെ അയച്ചിരുന്നു. ഈ പ്രതിനിധി സംഘത്തിൽ
പ്രത്യേക ക്ഷണിതാവായിട്ട് കയറിയ ആളാണ് ശശി തരൂർ. അതായത് ഇപ്പൊ ഞാൻ ഇപ്പൊ ഒരു കേന്ദ്രം ഭരിക്കുന്ന BJP തരൂരിന്റെ പേര്, അതായത് കോൺഗ്രസ് പാർട്ടി കൊടുത്ത ലിസ്റ്റിൽ തരൂരിന്റെ പേരില്ലായിരുന്നു. ഇല്ല, അതാണ് പറഞ്ഞത്. അപ്പം നമ്മൾ കേന്ദ്രം ഒരു സംഘത്തെ അയക്കുമ്പോൾ സ്വാഭാവികമായിട്ടും സർവകക്ഷി യോഗം വിളിക്കുമ്പോൾ വിവിധ രാഷ്ട്രീയ പാർട്ടികളായിട്ട് ചർച്ച ചെയ്യും. ആ ചർച്ച ചെയ്യുമ്പോൾ ഒരു ലിസ്റ്റ് ഒന്നുകിൽ അവരോട് പറയും നിങ്ങൾ ആരെങ്കിലും അയക്കുന്നുണ്ടെങ്കിൽ ലിസ്റ്റ് തരാൻ പറയും, അല്ലെങ്കിൽ കേന്ദ്ര സർക്കാർ അങ്ങോട്ട് ഇന്ന ആളുകളെ ഞങ്ങൾക്ക് ഇതിലേക്ക് തരണം എന്ന് പറഞ്ഞിട്ടൊരു ലിസ്റ്റ് കൊടുക്കും. കേന്ദ്ര സർക്കാർ കൊടുത്ത ലിസ്റ്റിൽ ശശി തരൂരിന്റെ പേരില്ല. പകരം വേറെ 1-2 ലിസ്റ്റുകൾ കൊടുത്തു. കേന്ദ്ര സർക്കാർ ഈ കോൺഗ്രസ് നേതൃത്വം പറഞ്ഞു ഞങ്ങൾ ആരെയും അയക്കുന്നില്ല. അതിനോട് പുറംതിരിഞ്ഞ് നിൽക്കുന്ന ഒരു സമീപനമാണ് കാണിച്ചത്. പക്ഷേ ശശി തരൂരിനെ പ്രത്യേക ക്ഷണിതാവായിട്ട് അതിലേക്ക് ഉൾപ്പെടുത്തി ശശി തരൂർ പോയി. അവിടെ മുതലാണ് ഇവർക്ക് ശശി തരൂരുമായിട്ടുള്ള പ്രശ്നം. നേരത്തെ ഉണ്ട്, പല കാര്യങ്ങളിലും എതിർപ്പുകളുണ്ട്. പക്ഷേ ഇതിൽ പ്രത്യേകിച്ച് അങ്ങനെ ഒരു തീരുമാനം ശശി തരൂർ എടുത്തതോടുകൂടി കോൺഗ്രസ് പ്രതിസന്ധിയിലായി. അപ്പം കോൺഗ്രസ് സ്വാഭാവികമായിട്ടും ശശി തരൂരിനുള്ള ദേഷ്യം കൂടി അവർക്ക്, കോൺഗ്രസിലെ ചില നേതാക്കന്മാർക്ക്. അപ്പോൾ ഇതിൻ്റെ രണ്ടാമതൊരു കാര്യം, ഇവർ ഈ വിദേശ രാജ്യങ്ങളൊക്കെ സന്ദർശിച്ചതിന് ശേഷം തിരിച്ചു വന്ന് ഈ പ്രധാനമന്ത്രിയായിട്ട് ശശി തരൂർ കൂടിക്കാഴ്ച നടത്തി. ഏകദേശം ഒരു അരമണിക്കൂറോളം നീണ്ടു നിന്ന കൂടിക്കാഴ്ചയാണ്. ആ കൂടിക്കാഴ്ചയ്ക്ക് ശേഷം ശശി തരൂർ പ്രതികരിച്ചത് ഞങ്ങളുടെ ഇടയിൽ സംസാരങ്ങൾ രാഷ്ട്രീയമൊന്നുമല്ല. ഈ ഭീകരാക്രമണത്തിന് ശേഷം ഈ നമ്മൾ അവിടെ വിദേശ രാജ്യങ്ങളിൽ പോയി എന്ത് ചർച്ച ചെയ്തു, ഏതൊക്കെ രാജ്യങ്ങളിൽ നിന്ന് നമുക്ക് അനുകൂലമായിട്ടുള്ള പ്രതികരണങ്ങൾ കിട്ടി തുടങ്ങിയ കാര്യങ്ങളൊക്കെയാണ് ചർച്ച ചെയ്തത്. അതിനപ്പുറത്തേക്ക് കോൺഗ്രസോ BJPയോ അങ്ങനെയുള്ള രാഷ്ട്രീയ ചർച്ചകളൊന്നും ഉണ്ടായിട്ടില്ല എന്ന് പറഞ്ഞ് ഞാനൊരു ഭാരത പൗരനാണ്, രാഷ്ട്രം എന്ന രീതിയിൽ എൻ്റെ കടമയാണ് ഞാൻ നിർവഹിച്ചത്. ഒരു സർക്കാർ ക്ഷണിക്കുമ്പോൾ പോയിട്ട് അതിൻ്റെ കാര്യങ്ങൾ റിപ്പോർട്ട് എന്നതുപോലെ വന്ന് പ്രധാനമന്ത്രിയായിട്ട് സംസാരിക്കുക. സ്വാഭാവികമായിട്ട് അങ്ങനെയാണ് അത് ചെയ്യേണ്ടിരുന്നത്. പക്ഷേ ശശി തരൂർ നരേന്ദ്രമോദി കൂടിക്കാഴ്ച എന്ന നിലയിലേക്കാണ് ആ സാധനം കോൺഗ്രസിനകത്ത് ചില നേതാക്കൾ എടുത്തത്. അപ്പോൾ അതൊക്കെ കൊണ്ട് തന്നെ ശശി തരൂരിനെ ഇതിലേക്ക് ക്ഷണിച്ചിട്ടില്ല എന്ന് പറയുന്നു. ഒരുപക്ഷെ ക്ഷണിച്ചിട്ടുണ്ടാവാൻ സാധ്യതയില്ല കേട്ടോ. കോൺഗ്രസിന്റെ സ്വഭാവം വെച്ച് അവർ ക്ഷണിക്കാൻ സാധ്യതയില്ല, പേരിട്ടിട്ടുണ്ടാവും. അപ്പൊ ചുമ്മാ ഒരു പേരങ്ങോട്ട് ഇടുന്നതല്ല. അപ്പൊ ശശി തരൂരിന്റെ പ്രതികരണമൊക്കെ വന്നതിന് ശേഷം രാജ്മോഹൻ ഉണ്ണിത്താൻ അതിഗംഭീരമായിട്ടൊരു പ്രതികരണം കൊടുത്തിട്ടുണ്ടായിരുന്നു, റിപ്ലൈ. അതിങ്ങനെയാണ് പറഞ്ഞത്: നിലമ്പൂരിൽ ആരുടെയും കല്യാണമൊന്നും അല്ല നടക്കുന്നത്, വിളിച്ചിട്ട് വരാൻ, അവിടെ വന്ന് പ്രസംഗിക്കുക എന്നുള്ളത് ഒരാളുടെ ഉത്തരവാദിത്തമാണ് എന്നുള്ളത്. നേരത്തെ പ്രേമം പറഞ്ഞതുപോലെ തന്നെ അത് അവരുടെ ഉത്തരവാദിത്തമാണ്. പക്ഷേ ശശി തരൂർ ഞാൻ നേരത്തെ പറഞ്ഞ പോലെ അയാളൊരു നിലപാടും വ്യക്തിത്വമുള്ള ഒരു കക്ഷിയാണ്, അതുകൊണ്ട് അയാൾ വന്നില്ല. മറ്റൊരർത്ഥത്തിൽ പറഞ്ഞാലേ തരൂര് ഇവരായിട്ട് ഇറക്കി വിടാൻ വേണ്ടി വെയിറ്റ് ചെയ്യാണെന്ന് തോന്നുന്നു. അയാൾ സ്വയം ഇറങ്ങി പോകില്ല, അങ്ങനെ ഒരു ദുഷ്പേര് കിട്ടാനായിട്ട് ആഗ്രഹിക്കുന്നില്ല. കോൺഗ്രസ് വിട്ട് BJPയിലേക്ക് പോകുന്നു എന്നൊരു ആ ഒരു ദുഷ്പേര് പുള്ളി നേടാൻ ആഗ്രഹിക്കുന്നില്ല. പകരം കോൺഗ്രസ് ഇവരായിട്ട് തന്നെ പുകച്ച് പുറത്തിയടിക്കണം, അതിനുള്ള സകല പരിപാടിയും തരൂർ നോക്കുന്നുണ്ട്. BJPയെ സംബന്ധിച്ച് തരൂർ എന്ന് പറയുന്നത് കിട്ടാവുന്നതിൽ വെച്ച് ഏറ്റവും ഉന്നതനായ അല്ലെങ്കിൽ യോഗ്യനായിട്ടുള്ള ഒരാളും കൂടിയാണ്. പിന്നെ തരൂരിനെ സംബന്ധിച്ച് ഇനി ഇലക്ഷൻ ഇല്ല എന്നുള്ളത് കാര്യം പറഞ്ഞിട്ടുണ്ട്. ഇനി തിരുവനന്തപുരത്ത് ഇനി മത്സരിക്കാനില്ല. അതുകൊണ്ട് തരൂരിനി ആരെയും പേടിക്കേണ്ട കാര്യമില്ല, ആരെയും പ്രീതിപ്പെടുത്തേണ്ട കാര്യവുമില്ല. ഇപ്പോൾ BJPയെ സംബന്ധിച്ച് തരൂരിനെ ഇങ്ങോട്ട് കിട്ടിയാൽ ചിലപ്പോൾ അവർ ഇന്ത്യയുടെ ഉപരാഷ്ട്രപതിയാക്കുമായിരിക്കും. ഇപ്പോൾ തരൂർ മുമ്പ് UN ഐക്യരാഷ്ട്രസഭയുടെ സെക്രട്ടറി ജനറൽ സ്ഥാനത്തേക്ക് മത്സരിച്ച ആളാണ്. ആണെങ്കിൽ ഇന്ത്യ അതിനുവേണ്ടി തരൂരിനെ നോമിനേറ്റ് ചെയ്തേക്കും. അതായത് തരൂരിനെ സംബന്ധിച്ച് ഇനിയിപ്പോൾ നേരത്തെ തന്നെ പറഞ്ഞിട്ടുണ്ട്, ഏതെങ്കിലും തരത്തിൽ ഈ ഒരു ചീപ്പ് പൊളിറ്റിക്സ് കളിക്കാൻ പുള്ളി ആഗ്രഹിക്കുന്നില്ല. പുള്ളി സ്വന്തം പ്രൊഫൈല് ബിൽഡ് ചെയ്തുകൊണ്ടിരിക്കുകയാണ്. അതിപ്പോൾ അതിനനുകൂലമായിട്ട് BJP പ്രതികരിക്കുക, തരൂരും അതിന് യെസ് മൂടുകയും ചെയ്തു കഴിഞ്ഞാൽ വലിയ താമസമില്ലാണ്ട് ഇതൊക്കെ നടക്കും.